നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിവാദമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളും അതിനോടനുബന്ധിച്ച് പുറത്തു വന്ന ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പും. ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ പ്രധാനിയായിരുന്ന ഒരു നേതാവ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ സാധാരണമായ ഒന്നായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു യുവനടി ഉയർത്തിയ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരും പ്രവാസി എഴുത്തുകാരിയും ഉൾപ്പെടെ പലരും സമാനമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്ന് ഈ വിവാദത്തിന് തീവ്രത കൂട്ടി. എന്നാൽ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ്. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം ആ ഓഡിയോ ക്ലിപ്പിലുണ്ട്. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ പ്രതിനിധിയായി സ്വയം ഉയർത്തി കാണിക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുന്നത് അതീവ നിരാശാജനകമാണ്. ഇത് കേവലം ഒരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു യുവതിയുടെ ജീവിതത്തെയും അവരുടെ ഗർഭധാരണത്തിനുള്ള അവകാശത്തെയും തള്ളിപ്പറയുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. ഒരു ജീവന്റെ കാര്യത്തിൽ അത് മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ഇടപെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾക്കെതിരെ നിശബ്ദത പാലിച്ച പാർട്ടി ജനരോഷം ഉയർന്നു വന്നപ്പോൾ മാത്രമാണെന്ന് അനങ്ങാൻ തുടങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ AICC നിർദ്ദേശം നൽകി എന്ന വാർത്തകൾ പുറത്തു വന്നു. പിന്നാലെ അദ്ദേഹം രാജിവെച്ചു. എന്നാൽ ഇത് ആരോപണങ്ങൾ ശരിയാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ അതോ വിവാദം തണുപ്പിക്കാനുള്ള താൽക്കാലിക നടപടിയാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും വ്യക്തമാകുന്നില്ല. യുവ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഗൗരവമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി രംഗത്തെത്തിയത് പാർട്ടിക്കുള്ളിലെ ഭിന്നത വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും വാചാലമാകുന്ന ഒരു പാർട്ടി സ്വന്തം യുവജന നേതാവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു നിലപാടുണ്ടാകുമ്പോൾ അതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ധാർമ്മികതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് സമൂഹത്തോട് പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമെല്ലാം മറന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു യുവതിയുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി രാഷ്ട്രീയത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്നും കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കണം. ഈ ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ചാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമേ വേണ്ട. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവ നേതാക്കൾ പാലിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള ഒരു വലിയ ചോദ്യമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിവാദത്തിന്റെ ഭാവി. അതെന്തായാലും ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു വലിയ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.